നേരിടും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായ മുതിർന്ന CPIM നേതാവ് പത്മകുമാറിനെതിരെ കടുത്ത നടപടിയില്ല. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് തിരുവിതാംകൂർ മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, പത്മകുമാറിനെതിരെ ഒരു കടുത്ത നടപടിയില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പത്മകുമാറിന് സസ്പെൻഷനിൽ മാത്രം ഒതുക്കുകയാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, എന്തായാലും ഇന്നത്തെ ഒരു CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ യോഗത്തിൽ എന്തായിരിക്കും എന്ന് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു തീരുമാനമായിരുന്നു പത്മകുമാറിനെതിരെ. അതായത് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ 8ാം പ്രതിയായ, അതായത് ഇരു കേസുകളിലും പ്രതിയായ CPIM ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മുതിർന്ന നേതാവും മുൻ MLAയും എല്ലാമായിരുന്ന ഒരു പാർട്ടി പ്രവർത്തകനായ പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് ഇന്ന് പാർട്ടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് CPIMന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ജില്ലാ കമ്മിറ്റി പോകും എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടേറിയറ്റ് യോഗം എല്ലാം അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് പത്മകുമാറിനെതിരെ അങ്ങനെ കടുത്ത നടപടികളിലേക്കൊന്നും പാർട്ടി കടക്കുന്നില്ല എന്നുള്ളതാണ്. തൽക്കാലം പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുകയാണ് പാർട്ടി. നേരത്തെ തന്നെ ഇത്തരത്തിൽ പത്മകുമാറിനെതിരായ നടപടികൾ അത് കൂടുതൽ കടുത്താൽ അതിൻ്റെതായ തിരിച്ചടികൾ ഉണ്ടായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും പത്മകുമാറിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആത്മകഥയിൽ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായേക്കാം എന്ന് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടക്കം പങ്കുവച്ചിരുന്നു. മാത്രമല്ല, ശബരിമലയിലെ യുവതീ പ്രവേശന കാലം, അതായത് 1ാം പിണറായി സർക്കാരിൻ്റെ ഈ ഒരു യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായ പല കാര്യങ്ങളും അത് പാർട്ടിക്കും അതുപോലെ തന്നെ അന്നത്തെ സർക്കാരിലുണ്ടായിരുന്ന പലർക്കും കളങ്കമേൽക്കുന്ന രീതിയിലുള്ള പല വെളിപ്പെടുത്തലുകളും തൻ്റെ പുസ്തകത്തിൽ ഉണ്ടായേക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമ്മർദ്ദ തന്ത്രം അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ ആ വെളിപ്പെടുത്തലുകളുടെ സമ്മർദ്ദത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ നടപടി അത്രയധികം കടുപ്പിക്കാത്തത് എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഒരു സസ്പെൻഷൻ എത്ര കാലത്തേക്കാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. സാധാരണയായി ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കവിയാത്ത കാലാവധിയിലേക്കാണ് ഒരു അംഗത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാറ്. 6 നടപടികളാണ് CPM പൊതുവിൽ സ്വീകരിച്ചു വരുന്നത്. അതിൽ ഏറ്റവും ആദ്യഘട്ടമാണ് താക്കീത്. 2ാമത്തെ ഘട്ടമായിട്ടാണ് സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കുക. അത് ഒരു വർഷത്തിൽ കവിയാത്ത അത്രയും കാലാവധിയാണ് അതിനുള്ളത്. പക്ഷേ ഈ പത്മകുമാറിന്റെ കേസിൽ അത് 6 മാസത്തേക്കാണോ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നത്, അതോ ഒരു വർഷത്തേക്കാണോ അംഗത്വം സസ്പെൻഡ് ചെയ്യുന്നത് മുതലായ കാര്യത്തിൽ, അതായത് എത്ര കാലാവധിയിലേക്കാണ് എന്നുള്ള വിവരമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാൾ, മുൻ MLA ആയിരുന്നയാൾ ഇപ്പോഴും, അതായത് ഈ ഒരു കേസിൽ അറസ്റ്റിലായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പാദവർഷം കഴിഞ്ഞിട്ടും ജയിലിൽ കിടന്നിട്ടും അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തു വന്നിട്ടും എല്ലാം വീണ്ടും ജില്ലാ കമ്മിറ്റിയിലെ അംഗത്വം പുതുക്കി നൽകപ്പെട്ട ഒരാൾ, അങ്ങനെയുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് പത്മകുമാർ എന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഇലക്ഷൻ്റെ സമയത്ത്, അത് തദ്ദേശ തിരഞ്ഞെടുപ്പ് അതിൻ്റെ സമയത്തായാലും അതുപോലെ തന്നെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തായാലും വലിയ രീതിയിൽ പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലടക്കം ആരോപണങ്ങൾ ഉയർന്നത്. ആരോപണങ്ങളല്ല, കണ്ടെത്തലുകൾ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാന സമിതി സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച റിവ്യൂ റിപ്പോർട്ടിൽ, അതായത് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു പത്മകുമാറിൻ്റെ അല്ലെങ്കിൽ പത്മകുമാറിനെതിരായ നടപടി അതെന്തായിരിക്കണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സമിതി നിർദ്ദേശിച്ച തിരുത്തലുകളിലൊന്ന്. അങ്ങനെ സംസ്ഥാന സമിതിയുടെ തന്നെ വളരെ ശക്തമായ ഇടപെടലിന്റെ പേരിലാണ് പത്മകുമാറിനെതിരായ നടപടിക്ക് ഒരുങ്ങുന്നത്. അങ്ങനെ സംസ്ഥാന സമിതി പത്മകുമാറിനെതിരായ നടപടി എടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരുന്നത്. മന്ത്രി സജി ചെറിയാൻ, അതുപോലെ MLA സജി ചെറിയാൻ, അതുപോലെ തന്നെ പ്രൊഫസർ T. തോമസ് ഐസക് അടക്കമുള്ളവർ ഈ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അവർ കൂടി ഉണ്ടായിരുന്ന ഒരു യോഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു സസ്പെൻഷൻ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വാദം എന്ന് പറയുന്നത് കടുത്ത നടപടി, അതായത് ശിക്ഷ എന്ന രീതിയിലുള്ള നടപടി തന്നെ പാർട്ടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ അതൊരു പക്ഷേ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നൊരു പ്രകോപനത്തിന് ഇടയാക്കും. അങ്ങനെ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ നടത്തുന്ന
വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾ അത് പാർട്ടിക്ക് വീണ്ടും ദോഷം ചെയ്യും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൻ്റെ പുറത്താണ് ജില്ലാ കമ്മിറ്റി എത്തിയത്. എന്തായാലും അതിൻ്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് പത്മകുമാറിനെതിരെ ആദ്യത്തെ നടപടി ഉണ്ടാകുന്നത്. മറ്റൊന്നുമല്ല, തപാലിൽ വിശദീകരണം ചോദിച്ച ഒരു കത്തയക്കുകയായിരുന്നു പത്മകുമാറിന്. പത്മകുമാർ വിശദീകരണം ജില്ലാ കമ്മിറ്റിക്ക് സമർപ്പിക്കണം. ആ വിശദീകരണം പരിശോധിച്ച ശേഷം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ മാത്രം പത്മകുമാറിനെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു അന്ന് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരുന്നത്. അതിൽ പത്മകുമാർ വിശദീകരണം നൽകിയിരുന്നു. അത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമായിരുന്നു. അന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല. തൊട്ടു മുൻപായി മാത്രം പത്മകുമാറിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതല്ലാതെ മറ്റ് നടപടികളിലേക്കൊന്നും അന്ന് മാർച്ചിൽ കടന്നിരുന്നില്ല. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ ജില്ലാ കമ്മിറ്റിയിൽ അംഗത്വം പുതുക്കി നൽകിയത്. അതിനെല്ലാം ശേഷമാണ് ഈ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ വലിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ പത്മകുമാറിനെതിരെ നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന യോഗത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നായിരുന്നു പ്രതീക്ഷ. എങ്കിലും അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറിച്ച് സസ്പെൻഷനിൽ മാത്രം ഈ ഒരു നടപടി ഒതുങ്ങിയിരിക്കുകയാണ്. ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ മുതിർന്ന CPIM നേതാവായ എ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയില്ല. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ് തിരുവിതാംകൂർ മുൻ പ്രസിഡന്റായ എ പത്മകുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ന്യൂനതയുണ്ടെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. SIT കുറ്റപത്രം സമർപ്പിക്കട്ടെ, ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കും. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയിട്ട് വലിയ കാര്യമുള്ളതായി തോന്നുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. പത്മകുമാർ ആത്മകഥ എഴുതുന്നത് നല്ല കാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് പത്രത്തിൽ വായിച്ച അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ കാര്യമൊന്നും ഞാൻ കണ്ടില്ല. അന്വേഷണം എന്ന് പറയുമ്പോൾ എന്താണ്, പക്ഷേ പത്മകുമാർ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഓൾറെഡി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. SIT പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിലായിരുന്നു. ജാമ്യമെടുത്ത് പുറത്ത് വന്നിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന സ്വാഭാവിക ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏതെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SITക്ക് പരിശോധിക്കാവുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തിയ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ചോദ്യം ചെയ്തയാളെ ഉന്നത പദവിയിൽ നിയമിച്ചതിലാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വർണം ചെമ്പാണെന്ന റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന ആരോപണം നേരിടുന്ന ശ്യാമിനെ ആണ് പ്രധാന ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി നിയമിച്ചത്. ആരോപണ വിധേയരായവരെ മർമ്മസ്ഥാനത്ത് ഇരുത്തിയിട്ടുണ്ടെന്നും നിയമനം തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ദേവസ്വം ബോർഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ പരാതികൾ പരിശോധിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിഞ്ഞാന്ന് ഇറക്കിയ സർക്കുലറിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയൊക്കെ മർമ്മസ്ഥാനങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് നൽകി. ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല, കാരണം ദേവസ്വം ബോർഡിന് സ്വതന്ത്ര അധികാരമാണ്. പക്ഷെ എങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് അത് നടപ്പാക്കരുത്, പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതവർ നടപ്പാക്കുന്നില്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇത് തുടർച്ചയാണല്ലോ, LDF സർക്കാരിന്റെ ഭാഗമായിട്ടാണല്ലോ. ജയകുമാർ എന്ന് പറഞ്ഞാൽ തികച്ചും നിഷ്പക്ഷനായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മിനിഞ്ഞാന്നത്തെ ട്രാൻസ്ഫറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുത്തണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ള ധാരണയിൽ സർക്കാർ മുന്നോട്ട് പോയി.
UDF സർക്കാർ നിയമനങ്ങൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഡിവൈഎഫ്ഐ. സ്ഥാനങ്ങളിൽ സ്വന്തക്കാരെയും BJP ബന്ധമുള്ളവരെയും UDF കുത്തിത്തിരിക്കുകയാണെന്ന് VK സനോജ് MLA പറഞ്ഞു. കഞ്ചാവ് കേസിലെ പ്രതിയുടെ സഹോദരനെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ നേതൃത്വം കൊടുക്കുന്ന ഓഫീസിലാണ് കഞ്ചാവ് കേസിലെ പ്രതിയുടെ ബന്ധുവിനെ നിയമിക്കുന്നത്. B. അശോകിന്റെ നിയമനം UDF-RSS ഡീലിന്റെ ഭാഗമാണെന്നും UDF RSSുമായി നടത്തുന്ന ഡീൽ ഓരോ ദിവസവും പുറത്തുവരികയാണെന്നും VK സനോജ് പറഞ്ഞു. ഒരു കഞ്ചാവ് കേസിലെ പ്രതിയുടെ ബന്ധുവിനെ, സഹോദരനെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കഞ്ചാവ് കേസും കൃത്യമായ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഈ നഹാസ് പത്തനംതിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനുൾപ്പെടെ പങ്കുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. നഹാസ് പത്തനംതിട്ട താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് 2.5 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെത്തിയത്. അത് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നഹാസ് പത്തനംതിട്ടയെ പിടിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തിയത്. അപ്പൊ ഇങ്ങനെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ RSS കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ ഒരു ഭാഗത്ത് എല്ലാമുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചില ഡീലിന്റെ ഭാഗമാണ്, ചില ഇടപാടുകളുടെ ഭാഗമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിരുദവും മാസ്റ്റേഴ്സും ഒരുമിച്ച് നേടുന്ന 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MCA. പഠിച്ചിറങ്ങൂ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള രാജധാനി ക്യാമ്പസിൽ നിന്നും. 2.5 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യതയുള്ള ധർമ്മപ്രിയ നിങ്ങളുടെ നിക്ഷേപത്തിന് സുരക്ഷയും ഉയർന്ന മൂല്യവും നൽകുന്നു. സമ്പാദ്യം ഒരു ശീലമാക്കൂ ധർമ്മപ്രിയയ്ക്കൊപ്പം. ധർമ്മപ്രിയ ഫൈനാൻസിംഗ്. ഒരു ക്ലിക്കിൽ ഓപ്പൺ, ഒരു ക്ലിക്കിൽ ക്ലോസ്. OPCS20 1 ക്ലിക്ക് വണ്ടർ. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ കണക്ട് ആവോ ഇല്ലേ ഒന്ന് നോക്കാം. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Is that a 6? Yes, it's a 6. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. एक प्रकार से PM जय अब गरीबों की जय बन गई है. देश हो रहा है आयुष्मान, मुफ्त उपचार मिल रहा, अब कोई लाचार ना रहा, जन जन का हो रहा कल्याण. गरीबों की शान ये है स्वास्थ्य का वरदान. Under the Ayushman Bharat Pradhan Mantri Jan Arogya Yojana, crores of people are eligible for free treatment of 5 lakh rupees. Download the Ayushman app today and create your Ayushman card. For more information, call 14555. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. നിറമെഴുതിയ സുദിനം, പ്രിയകരം അതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയ്ൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ IBISൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ IBISലൂടെ. IBIS Academy of Higher Education. റബ്ബർ ബോർഡ് ചെയർമാനായി BJP നേതാവ് N. ഹരിയെ നിയമിച്ചു. കോട്ടയം BJP മേഖലാ പ്രസിഡന്റും നിലവിലെ ബോർഡ് അംഗവുമാണ് ഹരി. 18 മാസമായി ബോർഡ് ചെയർമാൻ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ബോർഡിന്റെ തലപ്പത്ത് ആദ്യമായാണ് ഒരു രാഷ്ട്രീയക്കാരനെ നിയമിക്കുന്നത്.
സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഔദാര്യമല്ല, അവരുടെ അവകാശത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനുമുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഡബിൾ ബെല്ലോടെ തുടക്കം. തിരുവനന്തപുരത്തെ തമ്പാനൂർ KSRTC കോംപ്ലക്സിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ആദ്യ 0 ടിക്കറ്റുകൾ മുഖ്യമന്ത്രി VD സതീശൻ യാത്രക്കാർക്ക് കൈമാറി. ഗതാഗത മന്ത്രി CP ജോണും മന്ത്രി KA തുളസിയും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മുഖ്യമന്ത്രി പദ്ധതിയുടെ ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫ്ളാഗ് ഓഫിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും വനിതാ യാത്രക്കാർക്കൊപ്പമാണ് ആദ്യ യാത്ര നടത്തിയത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് ഔദാര്യമല്ലെന്നും സമൂഹത്തിൽ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ശക്തിപ്പെടുത്താനുള്ള നടപടിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അധികാരത്തിലെത്തി 1 മാസം തികയും മുമ്പ് ജനങ്ങൾക്ക് നൽകിയ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയതിൽ സന്തോഷമുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്താകെ 3125 ഓർഡിനറി KSRTC ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെട്ട ബസ്സുകളിൽ പ്രത്യേക സ്റ്റിക്കറുകൾ പതിച്ചിട്ടുണ്ട്. യാത്രക്കാർ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കേണ്ടതില്ലെങ്കിലും 0 ടിക്കറ്റുകൾ നിർബന്ധമായും വാങ്ങണം. വരുമാന പരിധിയോ പ്രായപരിധിയോ ഉൾപ്പെടെയുള്ള പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടന ബസ് ഓടിച്ചത് KSRTCയിൽ PSC വഴി നിയമിതയായ ആദ്യ വനിതാ ഡ്രൈവർ VP ഷീലയായിരുന്നു. വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ഭയങ്കര അഭിമാന മുഹൂർത്തമല്ലേ. വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗജന്യത്തിൽ വനിതകൾ തന്നെ വരിക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. UDF സർക്കാർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചതിൽ സന്തോഷമുണ്ടെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. ദൈനംദിന യാത്രയ്ക്കായി KSRTCയെ ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതി നൽകുന്നതെന്നും അവർ വ്യക്തമാക്കി. ഞാനൊരു മനുഷ്യ കച്ചവടക്കാരിയാണ്. ഒരുപാട് വണ്ടിക്കൂലിയും കാറുകൂലിയും ഓട്ടോക്കൂലിയും കൊടുത്താൽ വീട്ടിലെത്തുന്നത്. സന്തോഷമുണ്ട്, വലിയ സന്തോഷമാണ്. ഈ കേരളത്തിൽ മൊത്തം സന്തോഷമാണ്. അയാൾ പറഞ്ഞ വാക്ക് പാലിച്ച അതാ സന്തോഷം. സൗജന്യ യാത്ര ഉപകാരം തന്നെയാണ്, എങ്കിലും കുറച്ചുകൂടി ബാക്കി സ്ത്രീകൾക്ക് നമുക്കിപ്പോൾ സർക്കാർ ജോലി ഉള്ളവർക്ക് ഇല്ലെങ്കിലും ബാക്കി എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ബാക്കി ബസ്സുകളിലും കൂടെ വരുന്നതായിരിക്കും നല്ലത്. സ്ത്രീകളുടെ യാത്രാ ചിലവിൽ ആശ്വാസം നൽകുന്നതിനൊപ്പം പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കുവാനും പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കാൻ കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് തന്നെയാണ് KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയെ സർക്കാർ കാണുന്നതെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള ചരിത്രത്തിന്റെ സുവർണ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ദിവസത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. UDF സർക്കാർ പുതിയ പിറവിക്കായി അധികാരം ഏറ്റെടുത്തപ്പോ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി സമയബന്ധിതമായി നടപ്പാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകിയ സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് തൊട്ടടുത്ത 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കി മാതൃകയായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ ദൂരപരിധിയില്ലാതെ സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലയിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ദേവികുളം മണ്ഡലത്തിലെ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം ദേവികുളം MLA F. രാജ നിർവഹിച്ചു. സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് ഈ സൗജന്യ യാത്ര വിജയകരമാകും? വനിതാമാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി 5 വാക്ക് ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന്, ഇന്ന് KSRTCയിൽ സ്ത്രീക്ക് ഒന്ന്
ഫ്രീ ആയിട്ട് സൗജന്യ യാത്രയാണ്. ഇവരൊക്കെ കണ്ട ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. മൂന്നാർ സംബന്ധിച്ചോളം ഉടുമലപ്പെട്ട തേനി 200 രൂപയുടെ മേലിലാണ് ടിക്കറ്റ്. ഇവിടെ എല്ലാവരും കൂലിപ്പണി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അവർക്കൊരു 200 രൂപ എന്ന് വെച്ചാൽ വലിയ പൈസ തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ CP ജോൺ അവർക്കും ഞാൻ നന്ദി പറയുവാണ്. പറഞ്ഞ വാക്ക് നമുക്ക് ഇന്ന് നേടിക്കൊടുത്ത ആളാണ്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഇതുപോലെ തമിഴ്നാട്ടിൽ ഉണ്ട്, പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര അപൂർവമാണ്. ഇവരെല്ലാവർക്കും നന്ദി പറയുവാണ്. നിലവിൽ ഇടുക്കിയുടെ ഉൾമേഖലകളൊക്കെ ഈ KSRTC ബസ്സിന്റെ ഒരു കുറവുണ്ട്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ? ഇനി ബസ് സർവീസുകൾ കൂടുതൽ കൂട്ടാൻ വേണ്ടി ദേവികുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്ര ഒരു സർവീസ് നടത്താൻ കൂട്ടാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും MLA യുടെ ഭാഗത്ത്? ഇതിപ്പോ തുടക്കം കുറിച്ചതേ ഉള്ളൂ. നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിന് ഇതിന് കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് നമ്മൾ പുതിയ ബസ് വിടാനുള്ള ഏർപ്പാട് ചെയ്തിരിക്കും. ഏതായാലും ഈ സൗജന്യ യാത്ര സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. KSRTC സൗജന്യ യാത്ര തൃശൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു ചടങ്ങ്. MLA രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KSRTC സൗജന്യ യാത്ര തൃശൂരിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. KSRTC ബസ് സ്റ്റാൻഡിലായിരുന്നു ചടങ്ങ് നടന്നത്. MLA ആയ രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൊല്ലത്തെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര കുണ്ട്ര മുക്കടയിൽ ടൂറിസം സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. യാത്രയെക്കുറിച്ച് ഗവൺമെന്റ് പൂർണ്ണമായും പഠിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് PC വിഷ്ണുനാഥ് പറഞ്ഞു. സ്ത്രീ യാത്രക്കാരോടൊപ്പം മന്ത്രിയും ബസ്സിൽ കയറിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത്. മറ്റ് സ്ത്രീകൾക്കെല്ലാം അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഭരണം കയറുന്നതിന് മുമ്പ് ഒരു 5 വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ 5 വാഗ്ദാനങ്ങളും നിറവേറ്റി ആദ്യപടിയായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ 15-ാം തീയതി ചെയ്യും എന്ന് പറഞ്ഞത് നമ്മുടെ സർക്കാർ അത് ഇന്ന് തുടർന്നു. അതിൽ സ്ത്രീകൾക്കെല്ലാം വളരെ അഭിമാനമാണ്. സ്ത്രീകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 18,000 രൂപയെ ഒരു വർഷം ആകുന്നത് ഇപ്പം 20,000 രൂപയ്ക്കകത്തത് ഒരു സേവിംഗ് ആയിട്ട് നമുക്ക് ആക്കാൻ പറ്റും. മുന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു സേവനമാണ് ഈ 20,000 രൂപ ലാഭം കിട്ടുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമിടെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന ചടങ്ങിനിടെയായിരുന്നു സംഭവം നടന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടന്നിരുന്നു. ബസ്സിൽ വെച്ച് പായസം വിതരണം ചെയ്യുന്നതിനിടെ കൈതട്ടി മന്ത്രിയുടെ തലയിൽ വീഴുകയായിരുന്നു. പിന്നാലെ നിലവിളിയോടെ സീറ്റിൽ നിന്ന് മന്ത്രി ചാടി എഴുന്നേറ്റു. ഒപ്പം ഉണ്ടായിരുന്നവർ ഷാളും മറ്റും ഉപയോഗിച്ച് മന്ത്രിയുടെ തലയിൽ വീണ പായസം അവസാനം തുടച്ചുമാറ്റി. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര ലഭിച്ചില്ലെന്ന ആരോപണം. തൃശൂരിൽ നിന്ന് കയറിയ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വന്നു. സിസ്റ്റം അപ്ഡേറ്റ് ആയില്ലെന്നാണ് കണ്ടക്ടറുടെ വിശദീകരണം. ബസ്സിൽ കയറിയപ്പോൾ പൂച്ചെണ്ടും മധുരവും ലഭിച്ചു. പക്ഷേ സൗജന്യ യാത്ര മാത്രം ലഭിച്ചില്ലെന്ന് യുവതികൾ പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് 9:34 അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പുതുക്കാട് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറിണ്ട്. മെമ്പറാണോ MLA അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാധനമൊക്കെ അവിടെ നിന്നാണ് വെച്ചതെന്ന് തോന്നുന്നു. അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലഡു വന്നത് പൂവൊക്കെ തന്നു. അവരോടൊപ്പം ഞങ്ങളിത് പറഞ്ഞു,
ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ആക്ച്വലി നമ്മളുടെ അടുത്ത് അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കണ്ട, വെറുതെ വരെ ഫോട്ടോ എടുക്കുക, ഈ പൊസിഷനിൽ ഫോട്ടോ എടുക്കണം, ആ പൊസിഷനിൽ ഫോട്ടോ എടുക്കാം. അപ്പൊ ഞങ്ങൾ ഒരു മാമിന്റെ അടുത്ത് പറഞ്ഞു, ആളാന്ന് തോന്നുന്നു എന്തോ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പൊ ആ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിന്ന് കാശ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് ചിരിച്ചിട്ട് ഞങ്ങൾക്ക് പൂ തന്നിട്ട് മാത്രം പോവാ. അല്ല, നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു കൺസേൺ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഉത്തരം എന്തെങ്കിലും തരണം. അത് ഉത്തരം ഒന്നുമല്ല, അവർ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ പൊസിഷനിൽ നിൽക്കുക, മാം ഇവർക്ക് അവർക്ക് കൊടുക്കുന്നു മാത്രം പറയാനുള്ളൂ. അപ്പൊ ഞങ്ങളൊരു സ്റ്റുഡൻസ് ആണ്, അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. ഈ കൺസേൺ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഫ്ലവർ തന്നെ ലഡ് തന്നോ, പുതുക്കാട്ടിട്ട് കയറിയവർക്കൊക്കെ ഫ്രീ. അപ്പൊ ഞങ്ങൾ തൃശ്ശൂർ തൊട്ട് ചാലക്കുടി വരെ. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര അനുവദിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് മാവ് റോഡിലെ KSRTC ടെർമിനലിലേക്കായിരുന്നു മാർച്ച്. സമരം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി സ്ത്രീകളെ വഞ്ചിച്ചെന്ന് നവ്യ ആരോപിച്ചു. സമരത്തിനിടയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഈ കോൺഗ്രസിന്റെ നിലപാടിന് തെല്ലെങ്കിലും വിശ്വാസ്യതയുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. കൊല്ലത്ത് യാത്രക്കാരെ വരച്ച് പ്രിയദർശിനി ബസ് യാത്ര. കൊല്ലം കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് പോയ ബസ് ബ്രേക്ക് ഡൌൺ ആയി നിന്ന് പോവുകയായിരുന്നു. രാവിലെ 8:30 കുണ്ടറയിൽ നിന്നും പുറപ്പെട്ട ബസ് കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് മുമ്പിൽ എയർ ലീക്കിനെ തുടർന്ന് ബ്രേക്ക് ഡൌൺ ആയി നിന്നു പോവുകയായിരുന്നു. ഈ സമയത്ത് 25ഓളം യാത്രക്കാർ ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. ഇവരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടെങ്കിലും ബസ് റോഡിൽ നിന്നതിനാൽ വൻ ഗതാഗത കുരുക്കാനുണ്ടായത്. പിന്നീട് കൊല്ലം ഡിപ്പോയിൽ നിന്നും മെക്കാനിക്കുകൾ എത്തി റിപ്പയർ ചെയ്ത ശേഷമാണ് ബസ് യാത്ര തുടർന്നത്. സംസ്ഥാനത്തെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു. സൗജന്യ യാത്രാ പദ്ധതി ആരംഭിച്ച ആദ്യ ദിനം തന്നെ സർക്കാരിന്റെ വീഴ്ചകൾ വ്യക്തമായതായും അനീഷ് കുമാർ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തിയിരുന്ന നിരവധി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റിയതിലൂടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. സത്യത്തിൽ ഒരു വഞ്ചനയുടെ ദിവസമാണ് ഈ ദിവസത്തെ നമ്മൾ വഞ്ചനാ ദിനം എന്നാണ് വിശേഷിപ്പിക്കണം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്താ സുഖല്ലേ? അവിടേക്കുള്ള KSRTC ബസ്സുകൾ കുടുംബസമേതം ശനിയാഴ്ച കയറാം, എന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ചു പോരാ. 20-25 കിലോമീറ്റർ മാത്രം ദൂരം എത്തിയില്ല. ഓർഡിനറി ബസ്സുകൾ കയറി എങ്ങനെ ഫലം നടത്താൻ സാധിക്കും? ആ വിദ്യയില്ലെന്ന് പറഞ്ഞതാ. എന്റെ സതീശ, പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ, നാണമില്ലാത്തവരെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഏത് KSRTC ബസ്സിലാണ് നിങ്ങൾ പറഞ്ഞ ഈ തീർത്ഥാടനം നടത്താൻ സാധിക്കുക? KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയെ സ്വാഗതം ചെയ്ത് മുൻ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ. പദ്ധതി നല്ലതാണെന്നും എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ പെൺ ആൺ വേർതിരിവ് ഒഴിവാക്കിയാൽ കൂടുതൽ ഉചിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അല്ലാത്തപക്ഷം കുട്ടികൾക്കിടയിൽ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സൗജന്യയാത്ര നല്ല കാര്യമല്ലേ, എല്ലാവർക്കും കൊടുക്കണം. സൗജന്യയാത്ര ഒരു ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ അവരതിനു വേണ്ടി ചില കാര്യങ്ങൾ ഓഫറുകൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പ്രകടന പത്രിക, അപ്പോൾ അവരുടെ ഗ്യാരണ്ടികൾ അത് നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾ കൂടി പെൺകുഞ്ഞുങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ബസ്സിൽ കയറുമ്പോൾ പെൺകുട്ടിയുടെ നിന്ന് വാങ്ങാതിരിക്കുക, ആൺകുട്ടിയുടെ നിന്ന് വാങ്ങുന്നത് സങ്കടകരമാണ്. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരെ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസം വയ്ക്കാതെ സ്കൂൾ കുട്ടികൾക്ക് പൂർണ്ണമായ കൺസെഷൻ കൊടുക്കണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. സിവിൽ സർവീസസ്
ക്യാമ്പസ് ഇന്റഗ്രേറ്റഡ് BA MBA പ്രോഗ്രാമുകൾ, UPSC സിവിൽ സർവീസസ് കോച്ചിംഗ്, എല്ലാ പ്രീമിയം ഗവൺമെന്റ് ജോലികൾക്കുമുള്ള മെന്ററിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയവ സങ്കൽപ് വേദികയിൽ ലഭ്യമാണ്. സിവിൽ സർവീസസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ യാത്ര തുടങ്ങേണ്ടത് സങ്കൽപ് വേദിയിൽ നിന്നാണ്. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെ എന്ന് തോന്നിയ ചില യാത്രകൾ, മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ, ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്, ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം, കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരില്ല. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. ഫ്യൂച്ചർ വേൾഡ് ഗ്രൂപ്പ് ജനഹൃദയങ്ങളിലേക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുകയുമായി ഗോൾഡ് ലോൺ, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ ആൻഡ് അഗ്രികൾച്ചർ ലോൺസ് ആകർഷമായ പലിശ നിരക്കിൽ ഡെപ്പോസിറ്റ് ആൻഡ് ഡിബഞ്ചർ സ്വീകരിക്കുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇവൻ എന്ത് ധൈര്യത്തിലാ ഈ പോക്ക്? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ, പോക്കറ്റിൽ കനമില്ലാത്തവന് മഴയെ പേടിക്കണ്ടല്ലോ. പോപ്പി നാനോ, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ കുട. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ ആർജവാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മലപ്പുറം AUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ആർജവ്. കടുത്ത പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ ആരോഗ്യനില വഷളാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം 2 കുട്ടികൾക്ക് കൂടി ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ 1 വയസ്സുകാരനും പയ്യോളി സ്വദേശിയായ 9 വയസ്സുകാരനുമാണ് പുതുതായി രോഗം ബാധിച്ചത്. 9 വയസ്സുകാരൻ ആശുപത്രി വിട്ടെങ്കിലും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 1 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രോഗബാധ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങൾ അതീവ ഊർജിതമാക്കിയിട്ടുണ്ട്. ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തിരൂരങ്ങാടിയിലുള്ള ഒരു ഇളനീർ പാർലർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ അടിയന്തരമായി അടപ്പിച്ചു. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമായതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകി. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ ആർജവാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. മലപ്പുറം AUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ആർജവ്. കടുത്ത പനിയും വയറിളക്കവും ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ജൂൺ 12-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. കോഴിക്കോട് രാമനാട്ടുകരയിലെ നിപ്പ ബാധിച്ചയാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. രോഗിക്ക് പ്രതിരോധ മരുന്ന് നൽകി തുടങ്ങി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരിൽ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചത്. അതേസമയം രോഗിക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ICMRന്റെയും നിലവിലെ മാനദണ്ഡപ്രകാരം കൃത്യമായ ചികിത്സയാണ് രോഗിക്ക് നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു. രാമനാട്ടുകരയിലെ നിപ്പ ബാധിച്ചയാളുടെ നില
അതീവ ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. രോഗിക്ക് പ്രതിരോധ മരുന്നുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നതാണ് ആശ്വാസകരമായ വാർത്ത. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. എന്നാൽ രോഗിക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും ICMRന്റെയും നിലവിലെ മാനദണ്ഡ പ്രകാരം കൃത്യമായ ചികിത്സയാണ് രോഗിക്ക് നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ചോദ്യം ചെയ്യൽ നടപടികൾ തുടങ്ങി ED. CMRL MD ശശിധരൻ കർത്തയുടെ മകളും കമ്പനി ഡയറക്ടറുമായ ഷിബി S. കർത്തയെ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം മകൻ ശരൺ S. കർത്ത ഹാജരായില്ല. ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. CMRLുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യും. എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടിൽ വ്യക്തത തേടുകയാണ് ചോദ്യം ചെയ്യലിലൂടെ ED ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ ടിക്ക് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നുവെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാകുകയായിരുന്നു. RSS പരിപാടിയിൽ പങ്കെടുത്ത VCമാർ രാജിവെക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കപടതയുടെ അക്കാദമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി RSS ശാഖയിലേക്ക് പോകണം. നാടിനെ ഒറ്റുകൊടുത്ത് മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. ഗവർണറുടെ സംരക്ഷണയിൽ നിന്നും RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുകയാണ് നല്ലത്. RSSന് കുടലൂതുന്ന ഒരു സംസ്കാരത്തെ വളരാനോ വളർത്താനോ അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. RSS പരിപാടിയിൽ VCമാർ പങ്കെടുത്ത സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. VC പങ്കെടുക്കുന്നത് ഗുണപരമായ കാര്യമല്ലെന്നും ഇക്കാര്യത്തിൽ അതൃപ്തി നേരത്തെ പ്രകടിപ്പിച്ചതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയിൽ VCമാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ പോകുന്നതിനുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി മുഖ്യമന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം പരിപാടികളിൽ VCമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തത് വിവാദമായതിനു പിന്നാലെ LDF സർക്കാരിന്റെ കാലത്തും RSS സംഘടിപ്പിച്ച പരിപാടിയിൽ VCമാർ പങ്കെടുത്തത് ചർച്ചയാകുന്നു. 2025 ജൂലൈ 27 RSS അനുകൂല സംഘടന ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ അന്ന് 4 വൈസ് ചാൻസലർമാരാണ് പങ്കെടുത്തത്. കേരള VC മോഹൻ കുന്നുമ്മൽ, കാലിക്കറ്റ് VC P രവീന്ദ്രൻ, കണ്ണൂർ VC KK സാജു, കുഫോസ് VC A ബിജുകുമാർ എന്നിവരാണ് അന്ന് പങ്കെടുത്തത്. VCമാർ പങ്കെടുത്തതിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ശ്രമമെന്നായിരുന്നു വിമർശനം. സംഭവം വിവാദമായതോടെ മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടിയിൽ താൻ പങ്കെടുത്തില്ലെന്ന വിശദീകരണവുമായി കുഫോസ് VC A ബിജുകുമാർ രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം RSS പരിപാടിയിൽ VCമാർ പങ്കെടുത്തത് പ്രതിപക്ഷം ആയുധമാക്കിയതോടെയാണ് LDF സർക്കാരിന്റെ കാലത്തെ VCമാരുടെ നടപടി ഇപ്പോൾ ചർച്ചയാകുന്നത്. സർക്കാർ RSSന് കീഴടങ്ങി എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം. RSS പരിപാടിയിൽ പങ്കെടുത്ത VCമാർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശിയായ 19കാരനെ അറസ്റ്റ് ചെയ്തു. തിരുവള്ളൂർ ജില്ലയിലെ ഗുമ്മിടിപ്പൂണ്ടിയിലെ സിപ്കോഡ് വ്യവസായ മേഖലയിലാണ് സംഭവം. ബീഹാറിൽ നിന്നുള്ള ഒരു കുടിയേറ്റ തൊഴിലാളിയാണ് പ്രതി. കുട്ടിയുടെ കുടുംബവും ബീഹാറുകാരാണ്. പീഡിപ്പിച്ച ശേഷം പ്രതി കുട്ടിയെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് പ്രതിയെ അറിയാമെന്നും ബിസ്ക്കറ്റ് നൽകി പെൺകുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഏതായാലും തമിഴ്നാട്ടിലെ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും ബീഹാർ സ്വദേശിയായ 19കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത്. തിരുവള്ളൂർ ജില്ലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബീഹാറിൽ നിന്നുള്ള ഒരു കുടിയേറ്റ തൊഴിലാളിയാണ് പ്രതി. കുട്ടിയുടെ കുടുംബവും ബീഹാറുകാരാണ്. പീഡിപ്പിച്ച ശേഷം പ്രതി കുട്ടിയെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബിസ്ക്കറ്റ് നൽകിയാണ് കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിക്കുകയായിരുന്നു. പെൺകുട്ടിക്ക് പ്രതിയെ അറിയാം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബിസ്ക്കറ്റ് നൽകി പെൺകുട്ടിയെ പ്രതി കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് പോലീസ് അടക്കം പറയുന്നത്. ഏതായാലും സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് വലിയൊരു പ്രതിഷേധമാണ് നടക്കുന്നത്.
3 മാസത്തിലധികം നീണ്ടുനിന്ന അമേരിക്ക-ഇറാൻ യുദ്ധം അവസാനിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറിലെത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഇരുവരും കരാറിൽ ഒപ്പിടും. വിവരങ്ങൾ വിസ്മയ നൽകും. 3 മാസത്തിലധികമായി, അതായത് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 28-നാണ് ഈ ഒരു ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങുന്നത്. അതിനുശേഷം ഈ ഒരു 3 മാസത്തിലധികമായി തുടർന്ന യുദ്ധത്തിന് ഇപ്പോൾ ഒരു വിരാമം ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അവസാനം വന്നിരിക്കുകയാണ്. അതായത് ഇരു രാജ്യങ്ങളും ഇറാനും അമേരിക്കയും കരാറിൽ ഒപ്പിടാമെന്നുള്ളൊരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു 3 മാസത്തിലധികമായി പല തവണയും ഒരു ആക്രമണ ശ്രമം, അതായത് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള ശ്രമം തുടർന്നിരുന്നു. ഈ ഒരു അമേരിക്ക ഇറാനിലേക്കും അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാനിലേക്കും തിരിച്ച് ഇറാൻ ഈ കുവൈറ്റ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചായിരിക്കും ഈ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിടുക. ഈ ഒരു കരാറിൽ ഒപ്പിടുന്നതോടുകൂടെ തന്നെ ഹോർമുസ് കടലിടുക്ക്, അതായത് ഇറാനിലെ തന്ത്രപ്രധാനമായി ഹോർമുസ് കടലിടുക്ക് തുറക്കും. അതോടെ തന്നെ പല രാജ്യങ്ങളിലെ ചരക്ക് കപ്പലുകൾ അടക്കം ആ ഒരു ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകും. മാത്രമല്ല ലബനൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ആക്രമണം അവസാനിപ്പിക്കും. അതായത് ഇസ്രായേൽ അടക്കം ലബനനിൽ ആക്രമണം നടത്തിയിരുന്നു. ആ ഒരു ആക്രമണം അടക്കം അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇറാനിലേക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഒരു നാവിക ഉപരോധവും സൈനിക ഉപരോധവും എല്ലാം അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു കരാറിൽ ഒപ്പിടുന്നതോടെ ഇത്തരത്തിലൊരു സമാധാനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടെ തന്നെ ഈ ഒരു പല രാജ്യങ്ങളും അനുഭവിക്കുന്ന പല സംഘർഷത്തിനുമുള്ള ഒരു അവസാനമാണ് ഉണ്ടാവുക. എന്തായാലും ഈ ഒരു ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടെ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു ഇറാനും അമേരിക്കയും ഈ ഒരു കരാറിൽ ഒപ്പിടുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഖത്തർ, അതുപോലെ തുർക്കി, അങ്ങനെ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഷഹബാസ് ഷെരീഫ് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്ത അല്ലെങ്കിൽ ആ ഒരു ചർച്ചകളിൽ ഏർപ്പെട്ട ഈ രാജ്യങ്ങൾക്കെല്ലാം നന്ദി ഈ ഒരു ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യം, ഈ ഒരു ധാരണയിൽ ഒപ്പിടുന്ന കാര്യം ഈ ലോക രാജ്യങ്ങൾ സ്വീകരിച്ചതായും, അതായത് അന്റോണിയോ ഗുട്ടറസ് അടക്കം മറ്റ് ഖത്തർ അതുപോലെ തുർക്കി രാജ്യങ്ങളിലുള്ളവരും ഈ ഒരു കാര്യം സ്വീകരിച്ചതായി, ഈ ഒരു ധാരണയിൽ ഒപ്പിടുന്ന ഈ ഒരു വിവരം സ്വീകരിച്ചതായി അവരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു ടെലിവിഷനിലൂടെ ആയിരുന്നു. അതായത് ഈ ഒരു ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിരുന്നു ഇറാനിൽ ഈ ഒരു വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യലിലായിരുന്നു ഇതിൻ്റെ ഒരു പ്രതികരണം നടത്തിയിരുന്നത്. ട്രംപ് പറഞ്ഞിരുന്നത് ലോകത്തിലെ കപ്പലുകളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ, അതായത് നിങ്ങൾ നിങ്ങളുടെ കപ്പലുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് തുറക്കും, ഇനി നിങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ശുഭകരമായ ഒരു വാർത്തയാണ് ഇരു രാജ്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു ധാരണയിൽ ഒപ്പിടുമെന്നുള്ളൊരു കാര്യം ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടെ എന്തായാലും ഈ ഒരു ബ്രെന്റ് ക്രൂഡ് വില താഴുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് യുദ്ധവേള കാലത്ത് ബാരലിന് $120 വരെയായിരുന്നു വില. എന്നാൽ ഇപ്പോൾ ഇന്ന് മാത്രം ഈ ഒരു ബ്രെന്റ് ക്രൂഡ് വില 4.64% ഇടിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളത് $83.28 ഇതിൻ്റെ വില എന്ന് പറയുന്നത്. മാത്രമല്ല US ക്രൂഡ് വിലയും 5.54% ഇടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഈ ലോകരാജ്യങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു വാർത്തയാണ് ഈ ഒരു ബ്രെന്റ് ക്രൂഡ് വില ഇടിയുന്നു എന്നുള്ളത്. എന്തായാലും വൈകാതെ തന്നെ $80 താഴേക്ക് ഈ ഒരു വില കുറയും, ഒരു ഇടിവുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു ബ്രെന്റ് ക്രൂഡ് വില അടക്കം ഇതൊക്കെ താഴ്ന്നതോടുകൂടെ തന്നെ ഈ പെട്രോൾ, ഡീസൽ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുടെ വിലയും താഴാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു ധാരണയിൽ ഒപ്പിടുന്നതോടെ വലിയൊരു ആശ്വാസം, അതായത് 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധത്തിനാണ് വിരാമം ഇടാൻ പോകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തുറന്നടിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ അട്ടിമറിക്കാൻ നെതന്യാഹു ശ്രമിച്ചെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ കരാർ വൈകിപ്പിച്ചെന്നും ട്രംപ് കുറ്റപ്പെടുത്തി.
ഇറാനെ ആണവ ശക്തിയാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കരാറിലെത്തിച്ചതിൽ ഇസ്രായേൽ US-നോട് നന്ദിയുള്ളവരാവണം. ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ 2 മണിക്കൂർ പോലും അവിടെ ഉണ്ടാവുമായിരുന്നില്ല എന്നും നെതന്യാഹു കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. മഴയ്ക്കൊപ്പം പെയ്യുന്നു ഓഫറുകളുടെ പെരുമഴ. മൈജി ലാഭമഴ. ജൂൺ 1 മുതൽ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ വാഷിംഗ് മെഷീന് സ്പെഷ്യൽ പ്രൈസ്, അയൺ ബോക്സ്, ഗാർമെന്റ് സ്റ്റീമർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി കോംബോ തുടങ്ങി മഴക്കാലത്ത് വേണ്ടതെല്ലാം വാങ്ങാം വമ്പൻ വിലക്കുറവിൽ. മൈജി ലാഭമഴ ജൂൺ 1 മുതൽ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. That's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്നും നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപയെന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. വിജയകരമായ 3 വർഷങ്ങൾ. കേരളത്തിലുടനീളം 30-ൽ പരം ഷോറൂമുകൾ, 3 ലക്ഷത്തിലധികം സന്തുഷ്ടരായ ഉപഭോക്താക്കൾ. ഇത് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ജനങ്ങളുടെ ഷോറൂം. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. അച്ചയൻസ് ഗോൾഡ്. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. ഐബിസ് അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ. 5 മുതൽ 8 മിനിറ്റ് വരെയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം വഴി MRI സ്കാനിംഗ് സാധ്യമാകുന്ന സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്ററിലെ VPS സ്കാനിൽ ഒരുക്കിയിരിക്കുന്ന അത്യാധുനിക MRI സ്കാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായി 3D ഇമേജിംഗ് ആൻഡ് പ്രൊപ്പല്ലർ വഴി ചെറിയ ചലനങ്ങളിൽ പോലും മികവാർന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ്. തികഞ്ഞ സംതൃപ്തി ഉറപ്പു നൽകുന്നതോടൊപ്പം സാധ്യതകളുടെ വലിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, ദ ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഇവൻ എന്ത് ധൈര്യത്തിലാ ഈ പോക്ക്? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. പോക്കറ്റിൽ കനമില്ലാത്തവന് മഴയെ പേടിക്കണ്ടല്ലോ. പോപ്പി നാനോ, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ കുട. നിങ്ങളുടെ സ്വർണത്തിന് പരമാവധി മൂല്യം നേടൂ മുത്തൂറ്റ് ഫൈനാൻസിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു സ്വർണ്ണവിലയുടെ 85% വരെ ലോൺ. പുതിയ ഗോൾഡ് ലോൺ സ്കീമുകൾ മുഖേന പ്രതിമാസം പലിശ തുക നൽകിയോ ലളിതമായ മാസത്തവണകളിലൂടെയോ തിരിച്ചടവ് അനായാസമാക്കുന്നു. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് ലോൺ. ഇന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത മുത്തൂറ്റ് ഫൈനാൻസ് ബ്രാഞ്ച് സന്ദർശിക്കൂ. കണ്ണൂർ തയ്യിൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ വാർഷിക തിരുനാൾ ആഘോഷം നടന്നു. തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ രൂപത ബിഷപ്പ് അലക്സ് വടക്കുംതല മുഖ്യ കാർമ്മികനായി. വാർഷിക തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി KCYMന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. ക്യാമ്പ് ബിഷപ്പ് അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് ചാണ്ടി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
മലപ്പുറം വണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തകർന്ന ശേഷം തലകീഴായി മറിഞ്ഞു. വാളൂറുങ്ങൽ പുളയ്ക്കൽ റോഡിലാണ് സംഭവം. വാളൂറുങ്ങൽ സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂണ് പൊട്ടി വീഴുകയും കാർ എതിർദിശയിലേക്ക് തെന്നി തലകീഴായി മറിയുകയുമായിരുന്നു. യാത്രക്കാരായ 4 പേർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ അത്ഭുതകരമായി ഇവർ രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കച്ചക്കോട് ഓട്ടോറിക്ഷ കുഴിയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. റോഡിൽ നിന്നും നിയന്ത്രണം നഷ്ടമായ ഓട്ടോ കൊറ്റംകുടിക്ക് സമീപത്തെ വീടിന് മുന്നിലുണ്ടായിരുന്ന കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരായ 2 സ്ത്രീകൾക്കുമാണ് അപകടത്തിൽ പരിക്കേറ്റത്. അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് ഓട്ടോയ്ക്ക് അടിയിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടാനാക്രമണം. ചൊക്കനാട് എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം റേഷൻ കട തകർത്തു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. റേഷൻ കടയിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യസാമഗ്രികളും ആന നശിപ്പിച്ചു. 15-ലേറെ തവണയാണ് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനാക്രമണം നടത്തിയത്. തിരുവനന്തപുരം കോട്ടൂരിൽ ബൈക്കിൽ സഞ്ചരിച്ച 2 പേരെ ആന ആക്രമിച്ചു. കാപ്പുകാട് ഇരപ്പുപാറയ്ക്ക് സമീപം മീൻ പിടിക്കാൻ പോയവരെയാണ് കാട്ടാൻ ആക്രമിച്ചത്. തിരിച്ച് വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴിയിൽ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കോട്ടൂർ ചോൻപാറ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന പ്രണവ്, ചന്ദ്രബാബു എന്നിവർക്ക് ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ കാലിൽ പൊട്ടലുണ്ട്. രാത്രിയിലാണ് സംഭവം. ആക്രമണത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ഇനി നോക്കാം സ്വർണ്ണവില നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 11,290 രൂപ, പവന് 90,320 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോ 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.